അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അക്കമ്മ ചെറിയാൻ അതുപോലെ തന്നെ അന്ന ചാണ്ടി എന്നീ രണ്ടുപേരെ കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങളത് പറയും സിലബസിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. മന്നത്ത് പത്മനാഭൻ കഴിഞ്ഞിട്ട് തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികളും ഉണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഡേ 48 ഓർത്ത് വയ്ക്കുക. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGS അതുപോലെ തന്നെ വെബ്കോ LDCയുടെ പെയ്ഡ് PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അക്കമ്മ ചെറിയാനെ കുറിച്ചാണ്. അക്കമ്മ ചെറിയാൻ ജനിക്കുന്നത് 1909 ഫെബ്രുവരി 14 ഓക്കെ, അക്കമ്മ ചെറിയാൻ്റെ ജന്മസ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ്. അത് എവിടെയെന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിലാണ്. അച്ഛൻ്റെ പേര് കരിപ്പപ്പറമ്പിൽ തൊമ്മൻ ചെറിയാൻ. അമ്മയുടെ പേര് അന്നമ്മ. കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന അക്കമ്മ ചെറിയാനാണ്. അതുപോലെ തന്നെ അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണെന്ന് ഓർത്ത് വയ്ക്കുക. ആരാണ്? ഗാന്ധിജിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. മറന്നു പോരുത്, ഗാന്ധിജിയാണ് അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ്. വർഷം 1938. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ജനിച്ച വർഷം 1909 ഫെബ്രുവരി 14. അക്കമ്മ ചെറിയാൻ്റെ ജന്മസ്ഥലം കാഞ്ഞിരപ്പള്ളി കോട്ടയം. അച്ഛൻ കരിപ്പപ്പറമ്പിൽ തൊമ്മൻ ചെറിയാൻ എന്നാണ്. കരിപ്പപ്പറമ്പിൽ. അമ്മയുടെ പേര് അന്നമ്മ. കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണെന്ന് ഓർത്ത് വയ്ക്കുക. 1938 രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ്. ഓക്കെ, അടുത്ത് 1938 തിരുവിതാംകൂർ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ വരെയായിരുന്നു രാജധാനി മാർച്ച്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് ചോദിച്ചാൽ തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഡിക്റ്റേറ്ററായി നിയമിക്കപ്പെട്ട വനിതയാണ് അക്കമ്മ ചെറിയാൻ. ഓർത്ത് വയ്ക്കുക, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഡിക്റ്റേറ്റർ. ഓക്കെ, അക്കമ്മ ചെറിയാൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1947 കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അക്കമ്മ ചെറിയാനാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ദേശസേവികാ സംഘം എന്ന് സ്ഥാപിച്ചതാരെന്ന് വെച്ചാൽ അക്കമ്മ ചെറിയാൻ. വർഷം 1938. ഇന്ത്യ ഗവൺമെൻറ് താമ്രപത്രം അവാർഡ് നൽകി അക്കമ്മ ചെറിയാനെ ആദരിച്ചത് 1972 ഓർത്ത് വയ്ക്കുക. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കമ്മ ചെറിയാനാണെന്ന് ഓർത്ത് വയ്ക്കുക. അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. പലതവണ PSC ചോദിച്ച ചോദ്യമാണ്, ഓർത്ത് വെച്ച് പഠിക്കുക. അക്കമ്മ ചെറിയാൻ അന്തരിക്കുന്നത് 1982 മെയ് 5 അക്കമ്മ ചെറിയാൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് വെള്ളയമ്പലം എന്ന സ്ഥലത്താണ്. തിരുവനന്തപുരത്ത് വെള്ളയമ്പലം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതായത് നമ്മുടെ ലോക്ക് ഫോമിൻ്റെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, 1938 തിരുവിതാംകൂർ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ വരെയാണ് രാജധാനി മാർച്ച് എന്ന് ഓർത്ത് വയ്ക്കുക. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഡിക്റ്റേറ്ററായി നിയമിച്ച വനിതയാണ് അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1947. എവിടെ എന്ന് വെച്ചാൽ കാഞ്ഞിരപ്പള്ളി, കോട്ടയമാണെന്നറിയാം. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അക്കമ്മ ചെറിയാൻ എന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ത്യ ഗവൺമെൻറ് താമ്രപത്രം അവാർഡ് നൽകി അക്കമ്മ ചെറിയാനെ ആദരിച്ചത് 1972 ഓർത്ത് വയ്ക്കുക. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. അക്കമ്മ ചെറിയാൻ അന്തരിച്ചത് 1982 മെയ് 5 ഓർത്ത് വയ്ക്കുക. അക്കമ്മ ചെറിയാൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് വെള്ളയമ്പലം. ഓക്കെ, അപ്പോൾ അടുത്ത വ്യക്തി നോക്കാം. നമ്മൾ 2 വ്യക്തികളെയാണ് പഠിക്കുന്നത് ഈ വീഡിയോയിലൂടെ. അടുത്ത വ്യക്തിയാണ് അന്ന ചാണ്ടി. ജനിച്ച വർഷം 1905 മെയ് 4 തിരുവിതാംകൂർ സംസ്ഥാനത്തിലാണ് ജനിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക. കേരളത്തിൽ നിന്ന് നിയമബിരുദം നേടിയ ആദ്യ വനിതയാണ് അന്ന ചാണ്ടി. തിരുവിതാംകൂറിൽ ആദ്യമായി ബിരുദാനന്തര ബിരുദം നേടിയ വനിതകളിൽ ഒരാളായിരുന്നു അന്ന ചാണ്ടി. 1926. 1927 നിയമപഠനം തുടങ്ങിയ അന്ന BL ബിരുദം നേടിയ ആദ്യ മലയാളി വനിതയായിരുന്നു. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ കേരളത്തിൽ നിന്ന് നിയമബിരുദം നേടിയ ആദ്യ വനിത എന്ന് പറയുന്നതും ഇത് രണ്ടും ഒന്നാണ്. അത് BL ബിരുദം ഒന്ന് വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത് ശ്രീമതി എന്ന പേര്, ഇത് കൃത്യമായി ഓർത്തിക്കുക. ശ്രീമതി എന്ന പേരിൽ സ്ത്രീ ശാസ്ത്രീകരണം ലക്ഷ്യമാക്കിയ ഒരു പ്രസിദ്ധീകരണം പുറത്തിറക്കിയത് 1930. അപ്പോൾ ശ്രീമതി എന്ന പ്രസിദ്ധീകരണം ആരുടെയെന്ന് വെച്ചാൽ അന്ന ചാണ്ടിയാണെന്ന് ഓർത്ത് വയ്ക്കുക. 1948 ജില്ലാ ജഡ്ജിയായി അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരാണ് അന്ന ചാണ്ടിയെ നിയമിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക. 1948 ജില്ലാ ജഡ്ജിയായി അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരാണ്
അന്നാചാണ്ടിയെ നിയമിക്കുന്നത്. അപ്പോൾ ജനിച്ച വർഷം 1905 മെയ് 4, തിരുവിതാംകൂർ സംസ്ഥാനത്ത്. കേരളത്തിൽ നിന്ന് നിയമബിരുദം നേടിയ ആദ്യ വനിതയാണ് അന്നാചാണ്ടി. തിരുവിതാംകൂറിൽ ആദ്യമായി ബിരുദാനന്ദ ബിരുദം നേടിയത് അന്നാചാണ്ടിയാണ് 1926. 1927 നിയമപഠനം തുടങ്ങി BL ബിരുദമാണ്. ആദ്യ മലയാളി വനിതയാണ് ശ്രദ്ധിച്ചുള്ള മലയാളി വനിതയാണ് അന്നാചാണ്ടി. ശ്രീമതി എന്ന പേരിൽ സ്ത്രീ ശാസ്ത്രീകരണം ലക്ഷ്യമാക്കി പ്രസിദ്ധീകരണം പുറത്തിറക്കിയത് അന്നാചാണ്ടിയാണെന്ന് ഓർത്തിക്കുക. 1948 ജില്ലാ ജഡ്ജിയായി അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യറാണ് അന്നയെ നിയമിച്ചത് ഓർത്തിക്കുക കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജിയായ ആദ്യ വനിതയാണ് അന്നാചാണ്ടി. അത് നമ്മൾ പറഞ്ഞു 1948. ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് അന്നാചാണ്ടി. അത് കേരളത്തിലാണ്. ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് അന്നാചാണ്ടി 1959. 1959 ഫെബ്രുവരി 9 ഹൈക്കോടതി ജഡ്ജിയായിട്ട് സ്ഥാനക്കയറ്റം ലഭിച്ചത്. വർഷവും ഡേറ്റും കൂടെ ഓർത്ത് വയ്ക്കുക. 1959 ഫെബ്രുവരി 9. അന്നാചാണ്ടി കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കാലഘട്ടം 1959 മുതൽ 67 വരെ ആയിരുന്നു കേട്ടോ. അന്നാചാണ്ടിയുടെ ഭർത്താവ് കേരള പോലീസിൻ്റെ IG ആയിരുന്ന PC ചാണ്ടിയാണെന്ന് ഓർത്ത് വയ്ക്കുക. അന്നാചാണ്ടിയുടെ ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയതാണ് അന്നാചാണ്ടി. എന്നോട് ശ്രദ്ധിക്കൂ. ഇന്ത്യയിലെ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജിയായ ആദ്യ വനിതയാണ് അന്നാചാണ്ടി 1948. ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് അന്നാചാണ്ടി 1959. 1959 ഫെബ്രുവരി 9 ഹൈക്കോടതി ജഡ്ജിയായ സ്ഥാനക്കയറ്റം ലഭിച്ചു എന്ന് ഓർത്ത് വയ്ക്കുക. അന്നാചാണ്ടി കേരള ഹൈക്കോടതി ജഡ്ജിയായ കാലഘട്ടം 1959-67. അന്നാചാണ്ടിയുടെ ഭർത്താവ് കേരള പോലീസിലെ IG ആയിരുന്നു. അത് PC ചാണ്ടിയാണെന്ന് ഓർത്ത് വയ്ക്കുക. അന്നാചാണ്ടിയുടെ ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയതാണ് അന്നാചാണ്ടി എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.